സ്റ്റാൻഡിങ് ടോൾ സിൻസ് ദ 19th century. നമ്മുടെ മിനിക്കോ ഐലൻഡ് ലൈറ്റ് ഹൗസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇത് വെറും ഒരു സെയിലേഴ്സിന് വഴികാട്ട് നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് മാത്രമല്ല, മറിച്ച് ഇതിന് പിന്നിലുള്ള ഒരു എൻജിനീയറിങ് ആർട്ട് വർക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ, ഏറ്റവും ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ, ഇതൊക്കെയും കൂടി നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ മിനിക്കോ ലൈറ്റ് ഹൗസിനെ കുറിച്ചാണ്. നമുക്കൊരു ചെറിയ ഹിസ്റ്ററി കേട്ടാലോ ഇതിനെക്കുറിച്ച്. മിനിക്കോ ലൈറ്റ് ഹൗസ് ഫങ്ഷനിങ് തുടങ്ങിയത് 1885 കേട്ടോ, 19th century. പക്ഷേ ഇതിൻ്റെ വർക്ക് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് 1857. സോ അത്യാവശ്യം കുറേ വർഷങ്ങളെടുത്ത് പൂർത്തിയായ ഒരു ലൈറ്റ് ഹൗസ് എന്ന് തന്നെ പറയാം നമുക്ക്. അത് 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷാണ് ഈ മിനിക്കോ ലൈറ്റ് ഹൗസ് പണിതത്. അത് അവരുടെ മെയിൻ പർപ്പസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നാവിഗേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം മിനിക്കോയ് ഒരു സതേൺ മോസ്റ്റ് ഐലൻഡാണ് ലക്ഷദ്വീപിലത്തെ. അതേപോലെ മിനിക്കോ ഐലൻഡിലത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ ലൈറ്റ് ഹൗസ് പണിതത്. അതെന്താണെന്ന് വെച്ചാൽ അത്രയും ലോങ് ഡിസ്റ്റൻസിന്, കടലിൽ നിന്നുള്ള ലോങ് ഡിസ്റ്റൻസിൽ ഈ ലൈറ്റ് ഹൗസിനെ കാണാനും കൂടി വേണ്ടിയാണ്. ഇനി ലൈറ്റ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ ഒരു ഷേപ്പാണ് കേട്ടോ ഇത്. മാത്രമല്ല 37 മീറ്റേഴ്സ് ഉണ്ട്, ഏതാണ്ട് ഒരു 121 ഫീറ്റ് ഓളം ഹൈറ്റ് ഉണ്ട് ഈ ലൈറ്റ് ഹൗസിന്. ആദ്യമൊക്കെ ലൈറ്റ് ഹൗസിൻ്റെ കളർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലായിരുന്നു. അത് മെയിനായിട്ട് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ അത്രയും ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടി, അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു കളർ കൊടുത്തിരുന്നത്. മെയിനായിട്ട് നാവിഗേഷന് ഹെൽപ്പ് ചെയ്യാനാണല്ലോ നമുക്ക് ലൈറ്റ് ഹൗസ് പണിതത്. അതേപോലെ തന്നെ ലൈറ്റ് ഹൗസ് പണിത ഒരു സമയത്ത് ഒരു ടൈപ്പ് ഓഫ് കെറോസിൻ വെച്ചിട്ടാണ് ലൈറ്റ് കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഗ്രാജ്വലി അതിൻ്റെ ഒരു പുതിയ ടെക്നോളജീസും ഒക്കെ കൊണ്ട് ഒരുപാട് മോഡേൺ ടെക്നോളജീസ് വന്നു ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. പിന്നെ 1947 ഒരു റൊട്ടേറ്റിംഗ് ലെൻസ് ടെക്നോളജി, അതാണ് ഇപ്പോഴും നിലവിലുള്ളത്. അത് വെച്ചിട്ടാണ് ലൈറ്റിങ് തുടങ്ങിയത്. പിന്നെ ഓരോ ലൈറ്റ് ഹൗസിനും ഈ ലൈറ്റ് റൊട്ടേഷൻ്റെ ടൈം ഡിഫറെൻ്റ് ആണ് ഓരോ ഐലൻഡിലത്തെ ലൈറ്റ് ഹൗസിനും. അപ്പോൾ മിനിക്കോ ഐലൻഡിൽ 15 seconds ആണ് അതിൻ്റെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുന്ന ഒരു ടൈം. അത് വെച്ചിട്ട് നമുക്ക് ഈ നാവിഗേറ്റേഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇത് മിനിക്കോയ് ഐലൻഡാണ് എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നല്ലോ ബ്രിട്ടീഷ് 19th century പണിതതാണെന്ന്. സോ ഇപ്പോൾ ഈ 2024 ഇതിങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഡൗട്ടാണല്ലോ, ഇത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പല മെറ്റീരിയൽസും കൊണ്ടായിരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന്. സോ ഇതിൻ്റെ ഒരു ഷേപ്പ്, ലൈറ്റ് ഹൗസിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഈ ഒരു ലൈറ്റ് ഹൗസ് മൊത്തം കംപ്ലീറ്റ്ലി പണിതിരിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ബ്രിക്സ് വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള, അതും മൊത്തത്തിൽ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ബ്രിക്സ് തന്നെ അത്യാവശ്യം ഭയങ്കര ഹെവിയുമാണ്, പെട്ടെന്നൊന്നും പൊട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇത്രയും വെതറിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്ത് അത് നിൽക്കുന്നത്. നമ്മൾ പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണല്ലേ, ഈ ലൈറ്റ് ഹൗസ് ഇങ്ങനെ ഒരു ടവർ പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് ആയിരിക്കണമല്ലോ. കാര്യം 37 മീറ്ററിൽ ഇങ്ങനെ ടോളായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ മാത്രമാണ്, ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണല്ലോ. അപ്പോൾ അത് നിൽക്കണമെങ്കിൽ എത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ അതിന് വേണം. സോ നമ്മുടെ ഡൗട്ടൊക്കെ പോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഹൗസിന് 7 അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് 7 കാലുണ്ട്. അത് കുറേ ഒരു ലെങ്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് സ്ട്രോങ് ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് എടുത്തിരിക്കുന്നത് നമ്മുടെ ദ്വീപിലത്തെ തന്നെ കല്ലും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി തന്നെ പറയുന്നത്, ബൈ ചാൻസ് ഇങ്ങനെ ദ്വീപ് നശിച്ചെങ്കിൽ തന്നെ ഇവിടെ ഈ ലൈറ്റ് ഹൗസ് അങ്ങനെ തന്നെ നിൽക്കും, കാരണം അങ്ങനത്തെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനും കൂടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് മിനിക്കോ ലൈറ്റ് ഹൗസിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. എന്തായാലും ഇത്രയും കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ കയറി കണ്ട് കളയാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ കവരത്തി ലൈറ്റ് ഹൗസും മിനിക്കോ ലൈറ്റ് ഹൗസും കമ്പയർ ചെയ്യാൻ എളുപ്പമാണല്ലോ. ഞാൻ ഇതുവരെ കണ്ടതും കയറിയതും കവരത്തി ലൈറ്റ് ഹൗസാണ്. പക്ഷേ കവരത്തി ലൈറ്റ് ഹൗസിൽ കുറച്ചുകൂടി ഈസിയാണ് ഇതിൻ്റെ സ്റ്റെയേഴ്സൊക്കെ. പക്ഷേ ഇതൊരു സ്പൈറലായിട്ടുള്ള സ്റ്റെയേഴ്സ് മാത്രമല്ല, കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും ഇന്നത്തെ ഒരു ഡേ ഒരു ഗൗണുമായിട്ടാണ്
കയറിയിരിക്കുന്നത്. കാരണം വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് വരുന്ന വഴി ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തതന്നേ ഉള്ളൂ. നമുക്ക് ഭയങ്കര പണിയായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികളും കൂട്ടിയൊന്നും വരാൻ പറ്റില്ല, കുറച്ചുകൂടി റിസ്ക്കാണ്. പിന്നെ എന്തായാലും കയറാം, ഇവിടം വരെ വന്നിട്ട് കയറാണ്ട് പോകുന്നതും ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ കയറി. പക്ഷേ ശരിക്കുള്ള ഒരു ഇത് നമ്മുടെ ഞങ്ങൾ സ്റ്റാർട്ടിങ് കയറുമ്പോൾ വിചാരിക്കുന്നത് ഓക്കെ ഈ ഒരു സ്റ്റെയർ കഴിയുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുമല്ലോ, ആ വ്യൂ ഉദ്ദേശിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ടോപ്പ് എത്തിയപ്പോഴത്തെ ഇതാണ് അവസ്ഥ, ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. വേറൊരു ലാഡർ കൂടി, കുത്തനെ ഒരു ലാഡർ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിലത്തെ തന്നെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു, വീഡിയോ ഒക്കെ എടുത്ത് തന്നു. അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റിയത്. അതേപോലെ ഇതിൻ്റെ ഒരു എൻട്രി ഫീ വരുന്നത് 20 രൂപീസാണ്. അപ്പോൾ എൻട്രി ഫീ ഇതിൻ്റെ തന്നെ ഫ്രണ്ടിൽ തന്നെ, ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരുടെ ഓഫീസിൽ നമുക്ക് കളക്ട് ചെയ്യാം. 5 to 6 ആണ്, ഈവനിങ് 5 to 6 ആണ് ഇതിൻ്റെ എൻട്രി ടൈം. പിന്നെ വരുന്നത് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഇവർ ഓഫീസും. അതേപോലെ ഒരു ചെറിയ ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ട്, കാണാൻ തന്നെ അടിപൊളിയാണ്. പണ്ടത്തെ ഇവിടുത്തെ ജനറലും അവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന മറ്റേ ക്വാർട്ടേഴ്സിൻ്റെ സ്ട്രക്ചറും നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇപ്പോഴും അത് അതേ രീതിയിൽ തന്നെ ഉണ്ട്, പൊളിഞ്ഞൊന്നും പോയിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും മോസ്റ്റ് മോഡേൺ ടെക്നോളജീസൊക്കെ ഉള്ള സമയത്ത് ഈ ലൈറ്റ് ഹൗസിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ അവിടുത്തെ ഒഫീഷ്യലുമായിട്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ്വീപ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കടലിൽ ഇപ്പോൾ ഷിപ്പിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഭയങ്കര ബാഡ് വെതറാണെങ്കിൽ പെട്ടെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ GPS കാര്യങ്ങളൊക്കെ എപ്പോഴും ഫങ്ഷനിങ് ആവണമെന്നില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ കേസിൽ, അങ്ങനത്തെ സമയത്ത് ഗൈഡ് ചെയ്യാൻ, നാവിഗേറ്റേഴ്സിനെ ഗൈഡ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഇപ്പോഴും ഈ ലൈറ്റ് ഹൗസ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അറിഞ്ഞ മിനിക്കോയ് ലൈറ്റ് ഹൗസിൻ്റെ ഒരു ചരിത്രം. ഞാൻ പല സോഴ്സിൽ നിന്നും അറിഞ്ഞതും അതേപോലെ പല ആൾക്കാരോട് ചോദിച്ചറിഞ്ഞതും ഒക്കെയാണ്. അപ്പോൾ പലർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതേപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. മിനിക്കോയ് ഐലൻഡ് അല്ലെങ്കിൽ പുതിയ വിസിറ്റേഴ്സിന് കാണാൻ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ and take care.